നമസ്കാരം. കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന വഴികളിൽ പരിശോധനകൾ ഊർജിതമാക്കി കേരള പോലീസ്. ഗുരുഗ്രാമിൽ നിന്ന് യുവതിയെ തൃശൂർ പോലീസ് പിടികൂടിയതോടെ വൻ മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗുരുഗ്രാമിലെത്തി തൃശൂർ പോലീസ് പിടികൂടിയ ബീഹാറുകാരി മയക്കുമരുന്ന് മൊത്തക്കച്ചവടക്കാരി എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. MDMA മൊത്തക്കച്ചവടക്കാരിയായ ബീഹാർ സ്വദേശിനി സീമ സിൻഹയാണ് ഗുരുഗ്രാമിൽ നിന്ന് തൃശൂർ പോലീസിന്റെ പിടിയിലായത്. 10 ദിവസത്തിനുള്ളിൽ 1 കോടി രൂപയുടെ ഇടപാട് ഇവർ നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ ഫെബ്രുവരിയിൽ 47 ഗ്രാം MDMAയുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായ ഫസൽ നിജിലിനെ പിന്തുടർന്നുള്ള അന്വേഷണമാണ് യുവതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. ഫസലിന് MDMA നൽകിയ ഇടപാടുകാരി സീമ സിൻഹയിൽ നിന്നാണ് MDMA വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സീമ സിൻഹയുടെ പിന്നിൽ വൻ സംഘമാണ് ഗുരുഗ്രാമിൽ പ്രവർത്തിച്ചിരുന്നത്. ദിവസങ്ങൾക്കിടെ സംഘം നടത്തിയത് കോടികളുടെ ഇടപാടുകളാണെന്ന് പോലീസ് പറഞ്ഞു. 2 മാസത്തോളം കാലം ഇവരെ ചുറ്റിപ്പറ്റി തൃശൂർ പോലീസിന് അന്വേഷണം നടന്നു. ഒടുവിൽ ഗുരുഗ്രാമിലെ ആഫ്രിക്കൻ കോളനിയിൽ നിന്നാണ് സീമ സിൻഹ പിടിയിലാകുന്നത്. മിസോറാം വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത വ്യാജ സിം കാർഡുകൾ ഉൾപ്പെടെ പോലീസ് ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കോടികളുടെ ഇടപാടുകൾ നടത്തിയ ഇവർ പിടിയിലായതോടെ MDMA വിൽപ്പന ശൃംഖലയിലെ കൂടുതൽ കണ്ണുകളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. മയക്കുമരുന്ന് കേരളത്തിലെത്തിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അടുത്തിടെ ആന്ധ്രയിലടക്കമെത്തി കഞ്ചാവ് കേന്ദ്രമടക്കം കേരള പോലീസ് തകർത്തിരുന്നു. ഇതുകൂടാതെ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച MDMA റാക്കറ്റിലേക്കും കേരള പോലീസിന്റെ അന്വേഷണം എത്തിയിരുന്നു.